2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് പത്തനംതിട്ടയിലെ കാൻഡിഡേറ്റ് ആന്റോ ആന്റണി, യു ഡി എഫ് കാൻഡിഡേറ്റ് ആന്റോ ആന്റണി, LDF കാൻഡിഡേറ്റ് വീണ. ആ സമയത്ത് ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് എന്റെ ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ രാഷ്ട്രീയത്തിൽ ഉണ്ട്, പക്ഷെ പദവികൾ വഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഞാൻ എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരവധി പ്രാവശ്യം ആന്റോ ആന്റണിയുടെ ഭാര്യ എന്നെ കാണാനായിട്ട് എന്റെ ഓഫീസിൽ വരുന്നു. പിന്നീട് അവര് പല പ്രാവശ്യം വീട്ടിൽ വരുന്നു. രാത്രി സമയങ്ങളിൽ ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിങ്ങിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണാനായിട്ട് ഭാര്യയെ മൊത്തം വീട്ടിൽ വരുന്നു. അവരുടെ ക്യാമ്പയിനിങ് വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുദ്ദേശിച്ച ഫണ്ട് അവർക്ക് വന്നില്ല. അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞ് ആ ക്യാമ്പയിനിങ്ങിലെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം അവിടെ തെറ്റാണ്. ഹലോ, നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ തന്ത്രി ഇട്ട കാശ് മറ്റ് വേറെ വല്ലവരും പേരിൽ ഇട്ടോ എന്ന്, വേറൊരു ജനപ്രതിനിധിയുടെ പേരിൽ ഇട്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. ഇട്ടു എന്നുള്ളതല്ല. ആന്റോ ആന്റണി എന്റെ അടുത്തുനിന്ന് ലോൺ എടുത്തു. പക്ഷേ ഈ 2 കാലയളവും വ്യത്യാസമാണ്. തന്ത്രിയുടേതുണ്ട് എന്ന് പറയുന്നത് 2022, 23, 24 കാലയളവിലാണ്. ഇത് 2019 അപ്പൊ ഇത് 2 സംഭവം തമ്മിൽ ബന്ധങ്ങളില്ല. എനിക്ക് ആന്റോ ആന്റണിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല. അത് ഞാൻ അതാ പറയാൻ വന്നേ. എനിക്ക് ആന്റോ ആന്റണിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ 2 മാസത്തിനകം ഈ കാശ് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ഈ 2 മാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 വർഷമായി. 1000 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ എന്റെ മകളടക്കം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് അങ്കിളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. ബാക്കി പണം ആന്റോ ഇന്ന് വരെ തിരികെ തന്നിട്ടില്ല. ഒന്നുമില്ല. പ്ലെയിൻ ആയിട്ട് അല്ല. അദ്ദേഹവും ഞാനുമായിട്ടുള്ള ആ വ്യക്തിബന്ധം വെച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഈ പാടില്ല, ഔട്ട് ഓഫ് വേ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു സാഹചര്യം, അന്ന് ഞങ്ങൾ UDF ഞാൻ അന്ന് കേരള കോൺഗ്രസ് UDF അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്തതാണ്. അക്കൗണ്ടിൽ കൂടെ ഞങ്ങളുടെ ഓഫീസിൽ അക്കൗണ്ട് ഉണ്ട്. അത് കൊളാട്രൽ ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ കള്ളപ്പണമാകുകയില്ല. കൊളാട്രൽ മേടിച്ച് അതെനിക്കറിയത്തില്ല. അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. അത് എന്റെ വിഷയമല്ല. ആയിക്കോട്ടെ, ഞാൻ ഫാക്ട് പറയുന്നു. ആ ഫാക്ട് പറയുമ്പോൾ കേസുകൾ വരുമെങ്കിൽ വരട്ടെ. ലെറ്റ് ഇറ്റ് ബി. ആ സമയത്ത് UDF 2020 പാർലമെന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി തരാം. ഒന്നും വിഷമിക്കണ്ട. 2018-19 ആ കാലയളവിൽ ഞങ്ങൾ UDF കേരള കോൺഗ്രസ് UDF പിന്നെ ഞങ്ങളെ പുറന്തള്ളി. UDF നിന്ന് ഞങ്ങളെ പുറത്താക്കി കഴിഞ്ഞതിന് അതിന്റെ വളരെ തൊട്ട് പിന്നാലെയാണ് മറ്റേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്താണ് ഞങ്ങൾ LDF-ഉമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നത്. LDF-ഉമായിട്ട് സഹകരിക്കുന്ന ആ സമയത്ത് ഞാൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ്. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ്. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്
റാന്നിയിലേക്ക് എന്റെ പേര് പരിഗണിച്ചു. പത്തനംതിട്ട ജില്ലയിൽ അന്ന് രാജു എബ്രഹാമാണ് റാന്നിയിലെ നിലവിലുള്ള MLA. 5 പ്രാവശ്യം അദ്ദേഹം അവിടെ MLA ആയി വളരെ നല്ല നിലയിൽ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റ് കേരള കോൺഗ്രസിന് തരുവാനായിട്ട് സാഹചര്യമില്ലാത്ത ആ സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മാമൻ മത്തായി ജോൺ ജേക്കബ് ഉള്ള കാലം മുതൽ കേരള കോൺഗ്രസിന് പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റ്, അന്ന് 2 സീറ്റ് ഉണ്ടായിരുന്നു. അവസാനം ഡീലിമിറ്റേഷൻ വഴി 5 നിയോജക മണ്ഡലങ്ങളായി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ 2 സീറ്റ് എന്നുള്ളത് ഒന്നായിട്ട് 7 സീറ്റ് 5 സീറ്റ് ആകുകയും കേരള കോൺഗ്രസിന്റെ 2 സീറ്റ് 1 സീറ്റായിട്ട് കുറയുകയും ചെയ്തു. കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോൺ ജേക്കബിന്റെ കാലം മുതൽ അവിടെ ഞങ്ങൾക്ക് കേരള കോൺഗ്രസിന് അവിടെ സീറ്റുണ്ട്. ആ സീറ്റില് ഇപ്പോൾ LDFിലേക്ക് വന്നതിന്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട ജില്ലയിൽ സീറ്റ് ഇല്ലാതിരിക്കാൻ പറ്റുകയില്ല എന്ന് ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന എന്റെ കടുംപിടുത്തം, പാർട്ടിയുടെ കടുംപിടുത്തം, അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റ് ഇപ്പൊ തരുവാൻ ഒരു മാർഗവുമില്ല. കാരണം ഞങ്ങൾക്ക് വേണ്ടത് തിരുവല്ലയാണ്. തിരുവല്ല തരാൻ ഒരു മാർഗമില്ലാതിരിക്കുന്നത് കൊണ്ട്, കാരണം അവിടെ അന്ന് മാത്യു ടി തോമസ് നിലവിൽ MLA ആണ്. മാത്യു ടി നിലവിൽ MLA ആയിരിക്കുമ്പോൾ MLA ഒഴിവാക്കാനായിട്ട് പറ്റുകയില്ല. അങ്ങനെയാണ് റാന്നി സീറ്റ്, കാരണം രാജു എബ്രഹാം റാന്നിയിലാണ്. രാജു 5 ടേമായി. 5 ടേമായി കഴിഞ്ഞപ്പോൾ രാജുവിനെ മാറ്റുന്നതിന് ഒരു ന്യായീകരണമുണ്ട്. അങ്ങനെയാണ് റാന്നി സീറ്റ് ഞങ്ങൾക്ക് തരുവാനും എന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പരിഗണിച്ചതും. ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പരിഗണിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടി. ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രമോദ് നാരായണൻ അദ്ദേഹത്തിന് സീറ്റ് വേണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിമാൻഡുമായിട്ട് പല തലങ്ങളിൽ അദ്ദേഹം എത്തി. ജോസ് കെ മാണി വളരെ ലിബറലായിട്ട് ആ വിഷയത്തിനകത്ത് നിലപാടെടുത്തു. രാജശേഖരന് വേണ്ടി കിട്ടിയ സീറ്റാണ്. ആ സീറ്റ് രാജശേഖരനെ ഒഴിവാക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രമോദ് രാജശേഖരനുമായിട്ട് പോയി സംസാരിക്കുക, രാജശേഖരൻ സമ്മതിക്കുകയാണെങ്കിൽ എടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രമോദ് എന്റെ അടുക്ക വന്നു. ഞാൻ ആദ്യം സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടല്ലോ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, ജോമോനെ, ഞാൻ ജോസ് കെ മാണി അങ്ങനെയാണ് വിളിക്കുന്നത് അറിയാമല്ലോ, ജോമോനെ, പ്രമോദ് ചെറുപ്പക്കാരനാണ്, ഞാൻ ഇത്ര സീനിയറായി, പ്രമോദ് ചെറുപ്പക്കാരനാണ്, അവന് സമയവുമുണ്ട്, ഒരു കാര്യം ചെയ്യുക, ജോസ് കെ മാണിക്ക് ജോമോൻ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പ്രമോദിന് സീറ്റ് കൊടുക്കാൻ. അപ്പൊ രാജശേഖരൻ ഞാൻ പറഞ്ഞു എന്റെ വിഷയം വിടും. അങ്ങനെയാണ് എന്റെ പേര് അതിനു മുൻപ് തന്നെ ജോസ് കെ മാണി രാജിവെച്ച രാജ്യസഭയിലേക്ക് എന്റെ പേര് പരിഗണിക്കപ്പെട്ടത്. ഇതാണ് അതിന്റെ പശ്ചാത്തലം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും എന്റെ പാർട്ടിയുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, ഒരു വിഷയവും ഞങ്ങൾ തമ്മിലില്ല. പിന്നെ പ്രമോദ് സ്ഥാനാർത്ഥിയായി. ഞാൻ തന്നെയാണ് പ്രമോദിന് വേണ്ടി അവിടെ ഇറങ്ങി നടന്ന് എല്ലാ നിലകളിലും എനിക്കവിടെ ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനങ്ങൾ വെച്ചുകൊണ്ട് പ്രമോദിനെ ഇറങ്ങി നടന്ന് ജയിപ്പിച്ചെടുത്തത്. $2 കോടി കൊടുത്തിരുന്നു. അതിൽ 20 ലക്ഷം രൂപ തന്നു. ബാക്കിയുള്ള കാശ് അതിന്റെ പലിശയും തരാനുണ്ട്. എനിക്ക് കണക്ക് നോക്കണം. ഇല്ല, ഞാൻ എങ്ങും പരാതി കൊടുത്തിട്ടില്ല. പണം തിരിച്ചു വേണം. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഒരു അസ്വാഭാവികതയുമില്ല, ഒരു സുതാര്യത കുറവുമില്ല. അതെല്ലാം രേഖകളിലുള്ളതാണ്. ഞാൻ അതിനകത്ത് ക്ലെയിം ചെയ്യുന്നു. ആൻഡോ അത് അംഗീകരിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. 7 വർഷമായിട്ട് അതാ പറഞ്ഞേ, 5 വർഷം, അതായത് ആ നാളിലെല്ലാം ഇങ്ങനെ ഞങ്ങൾ അറിയാമല്ലോ, MP ആണ്, മറ്റു പല അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അടുത്ത മാസം തരാം, 2 മാസം കഴിയുമ്പോൾ ഞാൻ തരാം, ബാംഗ്ലൂരിൽ ഇടപാട് നടക്കുന്നുണ്ട്, അത് നടന്നു കഴിയുമ്പോൾ ഞാൻ തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രതിസന്ധിയിലായി കഴിഞ്ഞപ്പോൾ ഇവർ ഓരോരുത്തരും മാറി ആൻഡോയുമായിട്ട് സംസാരിച്ചു. നിരവധി പ്രാവശ്യം ആൻഡോയുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് അതിനകത്ത് വേദനയും സങ്കടവും വളരെയേറെ ദുഃഖവും എനിക്കുണ്ട്. എന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ആൻഡോ ആ വിഷയത്തിൽ ഒരു മനസ്സാക്ഷ്യപരമായിരിക്കുന്ന നിലപാടെടുക്കാൻ ആൻഡോ തയ്യാറായില്ല.
ആ കാര്യത്തിൽ ആന്റോ കാണിച്ചത് ഗുരുതരമായിരിക്കുന്ന മനസാക്ഷിയില്ലായ്മയാണ്. അത് തന്നെ അല്ലാതെ എനിക്ക് പറയാനുള്ള കാശ് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാകാം. ഇല്ല, ഞാൻ പരാതി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പരാതി കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞാൻ പരസ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഈ വിഷയം ക്രൈംബ്രാഞ്ചിലടക്കം എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഡിയോടും പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, അതുകൊണ്ടല്ല. അതിനകത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിനാൻസ് ബിസിനസ് കൂടാതെ ടെക്സ്റ്റൈല്, ഓട്ടോമൊബൈൽ, ടൂറിസം, പ്ലാന്റേഷൻ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ഞങ്ങൾക്ക് നല്ല നിലയിൽ ഉള്ള ബിസിനസ്സുകളുണ്ടായിരുന്നു. അവിടെ എല്ലാം നല്ല ഫ്ലറിഷ് ചെയ്ത് കിയായുടെ, ഹുണ്ടയുടെ, ടാറ്റ കൊമേഴ്സ്യൽ ഈ 4 ബ്രാൻഡുകളുടെ ഡീലർഷിപ്പ് അക്രോസ് കേരള ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ നല്ല ഷോറൂമുകളും കാര്യങ്ങളും. ഇവിടെ ഇപ്പൊ എറണാകുളമാണല്ലോ, നിങ്ങൾക്കറിയാവുന്ന ഞാൻ പറയാം. നമ്മുടെ പഴയ ഹോട്ടൽ ദ്വാരക അറിയാമല്ലോ, നമ്മുടെ പള്ളിമുക്കിലുള്ള ഹോട്ടൽ ദ്വാരക. കാരണം ഞാൻ എറണാകുളംകാരനാണ്, തിരുവല്ലക്കാരനല്ല. അത് ആദ്യം ഞാൻ പറഞ്ഞേക്കാം. ബോണൻ പോയിട്ട് എറണാകുളമാണ്. അപ്പൊ ആ ദ്വാരകയൊക്കെ എനിക്ക് വളരെ സെന്റിമെന്റ്സ് ഉള്ള സ്ഥലങ്ങൾ. കാരണം ആ ഹോട്ടലായിരുന്ന കാലത്തൊക്കെ അവിടെ പോയി ഒരുപാട് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള. അപ്പൊ അങ്ങനെ ദ്വാരകയുടെ അവിടെയാണ് ഞങ്ങളുടെ ഓട്ടോമൊബൈലിന്റെ ആ ഷോറൂമൊക്കെ. ഞങ്ങളാണ് ആ ഷോറൂമൊക്കെ ആ രീതിയിൽ ആക്കിയെടുത്തത്. അപ്പൊ അങ്ങനെ വളരെ വൈബ്രന്റ് ആയിരിക്കുന്ന, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ ബിസിനസ് ഷോറൂമുകളെ, കാര്യങ്ങളെ, വിഷയങ്ങളെ എല്ലാം ഞങ്ങൾ നടത്തി വന്നു. ഏകദേശം എല്ലാ ഞങ്ങളുടെ വെർട്ടിക്കൽസിലുമായിട്ട് 2500-ലേറെ ജീവനക്കാര് എനിക്കുണ്ടായിരുന്നു. 2500-ലേറെ ജീവനക്കാര്. ഇവരെല്ലാവരും ദീർഘകാലങ്ങളായിട്ട് ഞങ്ങളോടൊപ്പം ഈ കമ്പനിയോടൊപ്പം സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ വന്ന് ഇവരുടെ എല്ലാവരുടെയും ഇതിനകത്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വായിക്കുമ്പോൾ അറിയാം. എല്ലാവരുടെയും സാലറി, മറ്റുള്ള വിഷയങ്ങൾ, കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ, ഈവൺ ഇൻ ദ കോവിഡ് പീരീഡ് ഓൾസോ, അവർക്ക് ഒരു മാസത്തെ പോലും സാലറി ബ്രേക്ക് വരാതെ, സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കടന്ന പീരീഡിൽ പോലും ബ്രേക്ക് വരാതെ ഇവർക്ക് എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു രൂപ പോലും കട്ട് ചെയ്യാതെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തി വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കോവിഡിന്റെ വിഷയങ്ങൾ വന്നു, അതിനുശേഷമുള്ള സാമ്പത്തിക മാന്ദ്യങ്ങളും വിഷയങ്ങളൊക്കെ വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പല കാരണങ്ങളാൽ, പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ പത്തനംതിട്ട ജില്ലയിലാണല്ലോ നിരവധി ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ തകർച്ചയുണ്ടായത്. ആ തകർച്ച ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിൻ്റെതായിരിക്കുന്ന എന്താ പറയുന്നത് വെയിൽസ് എല്ലായിടത്തും വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഈ നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിന്റെ വിഷയങ്ങളൊക്കെ അറിയാമല്ലോ. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പഴയ പോലെയുള്ള ഇൻഫ്ലോ ഇങ്ങോട്ടില്ല. കാരണം ആളുകളൊക്കെ പാനിക്കാകാൻ തുടങ്ങി. ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ പ്രൈവറ്റ് എന്ന് പറയുന്നതിനെ അവരൊക്കെ ഒരു പരുവത്തില് എടുക്കുകയും അങ്ങനെ വന്നു. അപ്പോൾ ഇൻഫ്ലോ ഇങ്ങോട്ട് കുറയുകയും നമ്മൾ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ അതുപോലെ കൊടുക്കുകയും, കൂട്ടത്തിൽ ഈ പാനിക് ആയിരിക്കുന്ന ആളുകൾ ഈ മറ്റു പല കാരണങ്ങളാൽ അവര് നമ്മളുടെ അടുത്ത് വന്നിട്ട് കൂട്ടത്തോടെ ഡിപ്പോസിറ്റുകളൊക്കെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 2023-24 ഞങ്ങൾക്ക് ഈ ഇഷ്യൂ ഉണ്ടാകുന്ന സമയം വരെ ഏതാണ്ട് 100-125 കോടി രൂപയിലധികം ഇവരുടെയൊക്കെ ഡിപ്പോസിറ്റ്സ് നമ്മൾ ഡ്യൂ ആകാത്ത ഡിപ്പോസിറ്റുകൾ പോലും ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയുണ്ടായി. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ, ഒഴുക്ക് നിലച്ചു, സ്റ്റാഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കാതെ വന്നു. ആ സന്ദർഭത്തിലും അതിനു മുൻപ് തന്നെ ഈ മറ്റൊരു കമ്പനിയുമായിട്ട്, മറ്റൊരു ഗ്രൂപ്പുമായിട്ട് ഞങ്ങൾ ഇതിന്റെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഊർജ് അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഊർജ് അദാനി ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഞങ്ങൾ ബിസിനസ് അസോസിയേറ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ചർച്ചകളൊക്കെ ഈ ഞങ്ങളുടെ ഇഷ്യൂ ആരംഭിക്കുന്നതിന് മുൻപ് മുതലേ ഞങ്ങൾ നടത്തി വന്ന് ഇരിക്കുന്ന അതിന്റെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന വേളയിലാണ് ഞങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതെല്ലാം സ്റ്റാഗ്നന്റ് ആയി എന്ന് പറഞ്ഞാൽ ഇതൊന്ന്. പക്ഷെ അപ്പോഴും നിങ്ങൾക്കൊക്കെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം,
ഞങ്ങൾ നേരത്തെ ഈ ചർച്ചകളൊക്കെ നടത്തി വരികയും അതിന് നടപടിക്രമങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ഇൻ അവർ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞങ്ങൾ സ്വാഭാവികമായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന ആ കാലയളവ് അതിനുശേഷവും അവർ ഈ സ്ഥാപനങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ദ വെരി ഹൈ മെജോറിറ്റി ഓഫ് അവർ കസ്റ്റമേഴ്സ് മറ്റുള്ള ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും ഇന്നും ഈ കാര്യങ്ങളുമായിട്ട് സഹകരിച്ച് മുൻപോട്ട് പോകുന്നത്. അത് നിങ്ങൾക്കറിയാം, മറ്റേ ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനീഷ് കീർത്തിലാൽ അദാനിയുടെ നേതൃത്വത്തിലുള്ള ഊർജ്ജ അദാനി ഗ്രൂപ്പും ഗിരീഷ് ശിവശങ്കരപ്പിള്ള നേതൃത്വം കൊടുക്കുന്ന ഫ്ലൈ ഭാരതി ഗ്രൂപ്പ്, ഇവർ രണ്ടുപേരുമായി ചേർന്ന് ഞങ്ങളുടെ കമ്പനികളുടെ എല്ലാം പുനരുജ്ജീവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇത് ഉണ്ടല്ലോ, ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ കാണുമായിരിക്കാം. എനിക്ക് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. ആ സമയത്ത് മുഴുവൻ ഞങ്ങളുടെ സ്റ്റാഫുമായിട്ടും മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫുമായിട്ട് 3-4 പ്രാവശ്യം മീറ്റിംഗുകൾ നടത്തി. ഞങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന ആ പീരീഡിൽ ഇവര് മീറ്റിംഗുകൾ നടത്തി. ആ മീറ്റിംഗുകളെല്ലാം തന്നെ മിനീഷ് അദാനി ആ മീറ്റിംഗുകളിലെല്ലാം പങ്കെടുത്തു. എല്ലാ ഉറപ്പുകളും അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ഉറപ്പുകളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളുടെ മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് എല്ലാം ഇതിനോട് നല്ല രീതിയിൽ സഹകരിച്ച് നിൽക്കുന്നു. അപ്പോൾ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സും ഞങ്ങളുടെ ഡെപ്പോസിറ്റേഴ്സ്, ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങുകളും പല 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 ഘട്ടങ്ങളിലായിട്ട് പല തലങ്ങളിലായിട്ട് നടത്തി. അങ്ങനെ നടത്തി അവരെല്ലാവരോടും എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള പ്ലാനിങ്ങും കാര്യങ്ങളും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തിനുള്ള നിരവധി ലബോറിയസ് ആയിട്ടുള്ള ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്യും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു തകർച്ച നേരിട്ട ഒരു കമ്പനി, ഇത്രയും ആളുകളുടെ എല്ലാവരുടെയും ഇഷ്യൂ ഒക്കെ നിലനിൽക്കുന്ന ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. നമ്മുടെ കേരളത്തിനൊക്കെ ചരിത്രം വെച്ചത് നടക്കുകയില്ല. പക്ഷേ ഇവർ ആ കാര്യത്തിനകത്ത് വളരെ ഉറച്ചു നിന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്റെ ഓഫീസുകളെല്ലാം തന്നെ 152 ബ്രാഞ്ചസ് എനിക്ക് അക്രോസ് കേരളയുണ്ട്. ഈ അക്രോസ് കേരള 152 ബ്രാഞ്ചസ് എല്ലാം തന്നെ ഏതാണ്ട് ഒരു ബാങ്കിന്റെ ബ്രാഞ്ച് പോലെയാണ് ഞാൻ എൻവിസേജ് ഞാൻ കാര്യങ്ങൾ ഫർണിഷ് ചെയ്തിരിക്കുന്നതും റൂമുകൾ എടുത്തിരിക്കുന്നതും ഫർണിഷ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു നല്ല ബ്രാൻഡഡ് രീതിയിലെ കാര്യങ്ങൾ കൊണ്ടുപോകുക, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫ്, എല്ലാ രീതികളിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ്. മാത്രമല്ല ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി ഞാൻ പറയുന്നു, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, എനിക്കത് പറയാൻ പറ്റുകയുള്ളൂ. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം, ആ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്റെ ഈ കഴിഞ്ഞ 44 വർഷങ്ങൾ കൊണ്ട് ഒരു വലിയ ബന്ധം എന്റെ കസ്റ്റമേഴ്സുമായിട്ട് എന്റെ ഇൻവെസ്റ്റേഴ്സുമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും എന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾ തിരിച്ചു വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈശ്വരാധീനം കൊണ്ട് ഈ ഗ്രൂപ്പ് ആ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഇഷ്യൂ എല്ലാം ഉണ്ട്. ഇപ്പോഴും അവരാണ് കാര്യങ്ങൾ, ഞങ്ങളുടെ ഓഫീസുകളിൽ അവരാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. സ്റ്റാഫിന്റെയും മറ്റുള്ള ആളുകളുടെയും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അവരാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഞങ്ങളും അവരും തമ്മിലുള്ള നല്ല ബന്ധത്തില് ഇതിന്റെ ഭാഗമായിട്ട് ഇതാണ് അടുത്ത 7 വർഷം കൊണ്ടും അതിനുശേഷവും എങ്ങനെയാണ് ഇവരുടെ എല്ലാവരുടെയും പണം കൊടുത്തു തീർക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായിരിക്കുന്ന സബ്മിഷൻ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഈ സബ്മിഷൻ റിപ്പോർട്ട് ഒരുപാട് പേജ് ഉള്ളതുകൊണ്ട് 9 കോപ്പിയോ 8-9 കോപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. അപ്പോ ഈ സബ്മിഷൻ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നതാണ്. ഹൈക്കോടതി ഫയൽ സ്വീകരിച്ച് അവർ അതിന്റെ നടപടിക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഈ മുഴുവൻ, അതായത് ഞങ്ങളുടെ കേസ് കൊടുത്ത ആളുകൾ, കേസ് കൊടുക്കാത്ത ആളുകൾ, 1 രൂപ മുതൽ എത്ര ഹൈ വോളിയമാണ് അത്ര പേര് ചെയ്തിരിക്കുന്നവര്, ഇവരുടെ എല്ലാവരുടെയും പണം തിരികെ കൊടുക്കാനും പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും അക്രോസ് ഇന്ത്യ കാര്യങ്ങൾ നടത്തുവാനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു പുനരുജ്ജീവിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ, ഐ തിങ്ക് ദാറ്റ് യു ഓൾസോ ബിലീവ് ദാറ്റ്
ഈസ് ദ ഫസ്റ്റ് വൺ. ഇത് ഇങ്ങനെയുള്ളൊരു കാര്യം ഇത് ആദ്യമായിട്ടായിരിക്കാം ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് അത് ഞങ്ങൾ ചെയ്ത് ഇത്ര വിജയിച്ച് ഞങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിൽ ഇനി ഹൈക്കോടതി ഒരു ഓർഡർ ഞങ്ങൾക്ക് കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവരെല്ലാം ചെയ്ത് ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി പറയുന്നത്, നിങ്ങൾ മീഡിയാസാണ്, കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് ഏറെ കപ്പാസിറ്റി ഉള്ള നിങ്ങളുടെ വാക്കുകളെ നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ നടന്നു വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി എൻഡാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി അവസാനമാണ്. അവിടുന്ന് പിന്നെ എഴുന്നേറ്റ് വന്ന ഒരു ചരിത്രമില്ല. എന്നാൽ ഞങ്ങൾ അതല്ല ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി ഞാൻ അതല്ല ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് മൈ കോൺഫിഡൻസ്. ഞാൻ പറയാം ഏത് കാര്യത്തിനും ഞാൻ മറുപടി തരാം. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഇതിനെ തിരികെ കൊണ്ടുവരണം. ഇതിനെ തിരികെ കൊണ്ടുവന്ന് സമൂഹത്തിൽ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ ഞങ്ങൾക്ക് വേണം. കാരണം നശിപ്പിക്കാൻ ഒരു നിമിഷം മതി, ഒരു വാക്ക് മതി, ഒരു സ്റ്റേറ്റ്മെന്റ് മതി. പക്ഷേ തിരിച്ച് അതിനെ എന്താ പറയുന്നത് മേളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അത് വളരെ ലബോറിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഞാൻ ബിസിനസ് രംഗമാണ് എന്റെ മെയിൻ രംഗം. അപ്പോൾ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ എല്ലാ മേഖലകളിലെയും കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് ലേഡീസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഇത് പറയട്ടെ. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു ചൊല്ലുണ്ട്, മുട്ടയിടുന്ന കോഴിക്ക് തുത്തിന്റെ വേദന അറിയുമെന്ന്. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ഒരു ബിസിനസ് ശൂന്യതയിൽ നിന്ന് തുടങ്ങി ഈ കാലയളവിനകത്ത് 2500 2800 ജീവനക്കാരെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത് അവരെയുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകുന്ന ആ കാര്യം ഇല്ലാതാകാനായിട്ട് ഇതുപോലുള്ള ചില കാര്യങ്ങൾ മതി. പക്ഷെ അത് വീണ്ടും ആ നിലയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, അതിനേക്കാൾ വലിയ നിലയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് മൈ ഡിറ്റർമിനേഷൻ, ദാറ്റ് ഈസ് മൈ കോൺഫിഡൻസ്. എനിക്ക് വേണമായിരുന്നു എങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ വേദനയോട് ഞാൻ പറയാം. ഇത്രയും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഞങ്ങൾക്ക് അബ്സ്കോണ്ട് ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസിന്റെ ഓരോ നടപടികളും വളരെ ധൈര്യമായിട്ടും വളരെ ആർജവത്തോടു കൂടി ഞങ്ങൾ നേരിട്ടു. കാരണം ഇത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഞങ്ങൾ ഇവിടുന്ന് എങ്ങും പോയില്ല, എങ്ങും ഞങ്ങൾ വിട്ടുപോയിട്ടില്ല, വിട്ടുപോകത്തുമില്ല. എനിക്ക് വേണമെങ്കിൽ മറ്റൊരു CJ റോയി ആകാമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ എല്ലാവർക്കും നല്ല സമയങ്ങളും ഉണ്ടാകും, ദുർഘട സമയങ്ങളും ഉണ്ടാകും. ബിസിനസ്സിലും അത് തന്നെയാണ്. വലിയ നിലയിൽ നിന്ന് നമ്മൾ താഴേക്ക് വരുമ്പോൾ അതിന്റെ ആഘാതം കൂടുതലായിരിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ശൂന്യതയിൽ നിന്ന് നമ്മൾക്ക് വളരാൻ പറ്റുമെങ്കിൽ തകർച്ചയിൽ നിന്ന് നമ്മൾക്ക് ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾക്ക് തിരിച്ചു വരാനും സാധിക്കും. എന്റെ മീഡിയ സുഹൃത്തുക്കൾ, കേരളത്തിലെ മീഡിയ സുഹൃത്തുക്കൾ തകർച്ച ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ നിർഭാഗ്യവശാൽ പലതുമൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ കേരള ഗവൺമെന്റും അത് ഇടതാകട്ടെ വലതാകട്ടെ BJP ആകട്ടെ ആരുമാകട്ടെ, കേരള ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും മീഡിയ സർക്കിളും മാധ്യമരംഗവും നമ്മുടെ ഇവിടുത്തെ ബിസിനസ് രംഗങ്ങളും ഒന്നും തന്നെ തകർച്ച ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ, നമ്മളെല്ലാവരും ഒരുമിച്ച് വിചാരിച്ചാൽ തകർച്ചയിൽ നിന്ന് നമ്മൾക്ക് പുതിയ പാഠങ്ങൾ നമുക്ക് കൊയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുള്ള ചങ്കുറപ്പുള്ള ഒരു തലമുറ ഇവിടെയുണ്ട്. ബിസിനസ് രംഗത്തുമുണ്ട്, വളർന്നു വരുന്ന തലമുറയിലുമുണ്ട്. എന്റെ ആഗ്രഹം നിങ്ങളോട് ഞാൻ പറയാം. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, വളരെ എന്റർപ്രണർ മൈൻഡ് സെറ്റുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ആ തലമുറയ്ക്ക് ഒരു പുതിയ കൾച്ചർ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. നിങ്ങളുടെ പിന്തുണ എനിക്ക് വേണം, എന്നോട് സഹകരിക്കണം. ഇനി നിങ്ങൾ ചോദിച്ചോ, ഞാൻ പറയാം. അങ്ങനെ ബൈലോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, കൊളാട്രലോട് കൂടിയും കൊളാട്രൽ ഇല്ലാതെയും ഒക്കെ കൊടുക്കാം.
സഹോദര സ്ഥാപനമല്ല. അങ്ങനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യരുത്. എന്റെ ബ്രദറിന്റെ സ്ഥാപനമാണത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാപനം നടത്തുന്നു, ഞാൻ എന്റെ സ്ഥാപനം നടത്തുന്നു. ഞങ്ങൾ തമ്മിൽ ബിസിനസ് പരമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന ധാരണകളുമില്ല, ഒരു ബന്ധങ്ങളുമില്ല. എനിക്കറിയത്തില്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള അന്വേഷിക്കേണ്ടത് എന്റെ ആവശ്യമല്ലല്ലോ. അത് എന്റെ ബ്രദറിന്റെ അടുത്താണോ അല്ലെങ്കിൽ ഇനി എന്റെ വേറെ എവിടെയെങ്കിലും അടുത്താണോ എന്ന് എന്റെ ആവശ്യം എന്റെ അടുത്തില്ല, എന്റെ സ്ഥാപനങ്ങളിലില്ല. എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെന്തിനാണെന്ന് നമ്മളെ കേരള ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റ് മിഷനറിയെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നേ. ഇവ SITക്ക് അറിയത്തില്ല ഈ കാശ് എവിടെയാണെന്നുള്ളത്. അവർ തന്തയിൽ നിന്ന് രേഖകൾ എടുക്കാതെയാണോ ഇരിക്കുന്നത്? നമ്മളെന്തിനാ ഈ ഊഹങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാ? SITക്ക്, അതായത് ശബരിമല വിഷയം അന്വേഷിക്കുന്ന SITക്ക് തന്ത്രിയുടെ ഈ 2.5 കോടി രൂപ തിരുവല്ലയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണോ അതോ ഇനി അത് നെടുമ്പറമ്പിലാണോ ഇനി വേറെ എവിടെയെങ്കിലും ആണോ എന്നുള്ളത് നമ്മുടെ SITക്ക് കൃത്യമായിട്ട് അറിയാതിരിക്കുമോ? ചിന്തിക്കാമല്ലോ. ഇനി എന്റെ അടുത്തായിരുന്നു എങ്കിൽ, മറുവശം ചിന്തിക്കുക, എന്റെ അടുത്തായിരുന്നു എങ്കിൽ ഈ ശബരിമല കൊള്ള അന്വേഷിക്കുന്ന SIT ഇതിനോടകം എന്നെ വിളിക്കാതിരിക്കുമോ, ചോദ്യം ചെയ്യാതിരിക്കുമായിരുന്നു? ഇല്ല, ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ഇല്ല. ഇനിയിപ്പോ പുതിയ കമ്പനിയാണ്, എന്റെ കമ്പനി പുതിയ കമ്പനി ഏറ്റെടുത്തു, അവർ കാര്യങ്ങൾ ചെയ്തുകൊള്ളും. എന്റെ കംപ്ലീറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അവരുടെയാണ്. ഇനിയിപ്പോൾ അവര് ഒരു രൂപ കിട്ടാനുള്ളത് അവര് മേടിച്ചോളും. അത് അവര് നിയമപരമായിട്ടും നല്ല ബന്ധത്തിലൊക്കെ അവരത് മേടിച്ചുകൊള്ളും. കാരണം എനിക്ക് കിട്ടാനുള്ള പണം ആരുടെയൊക്കെ എനിക്ക് തരാനുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവർ മേടിച്ചോളും. എന്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാക്കളുമില്ല. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉന്നം എനിക്ക് മനസ്സിലായി. ആരും വിഷമിക്കണ്ട. KM മാണിയുടെയോ ജോസ് കെ മാണിയുടെ കാശ് എന്റെ കയ്യിലില്ല. ആരും വിഷമിക്കണ്ട. ഞാനും അവരും തമ്മിൽ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ബന്ധമുണ്ട്. മാണി സാറും ഞാനുമായിട്ട് അത്ര തിക്ക് റിലേഷനായിരുന്നു. പക്ഷെ അതൊന്നും സാമ്പത്തികമല്ല. നിങ്ങൾ അന്വേഷിച്ചോ? എനിക്ക് തോന്നാതിരിക്കുകയോ ചെയ്യട്ടെ. ഞാൻ ഏതായാലും നിങ്ങളുടെ മുമ്പിൽ വന്നല്ലോ. നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ചാനലുകളില്ലേ? നിങ്ങൾ അന്വേഷിച്ചു. ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധമാണ്. ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. രാജു എബ്രഹാമും ഞാനും നല്ല സ്നേഹബന്ധമാണ്. അതുപോലെ തന്നെ എല്ലാ പേരുകളൊന്നും പറയണ്ടല്ലോ. എല്ലാവരുമായിട്ടും എനിക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷെ ഞാൻ എന്റെ ബിസിനസ്സിനകത്ത് ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഇവര് ഒരാളെ പോലും ഇൻക്ലൂഡിംഗ് ജോസ് കെ മാണി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അത് നല്ല ആർജവത്തോടുകൂടി എനിക്ക് പറയാനായിട്ട് പറ്റും. ഒരൊറ്റ രാഷ്ട്രീയക്കാരന്റെയും 1 രൂപ എന്റെ അടുത്തില്ല. ഓക്കെ, എന്ന് ഞാൻ പറഞ്ഞോ? അതെ, ഞാൻ അതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. ആന്റണിയുടെ കാശ് കിട്ടാത്തതിനെ സംബന്ധിച്ച് എന്താണ് അടുത്ത നടപടി എന്നുള്ളതും ഞാൻ പറഞ്ഞു. ഇതെല്ലാം ക്രൈംബ്രാഞ്ചിലും മറ്റ് EDയിലും എല്ലാവരുടെയും കയ്യിലുള്ള വിഷയമാണ്. 1. 2, എന്റെ സ്ഥാപനം പുതിയ ഊർജ്ജദാനി ഗ്രൂപ്പ് അവർക്ക് ആ സ്ഥാപനം അവരുമായിട്ടുള്ള ധാരണയിൽ എത്തിക്കഴിഞ്ഞു. എന്റെ സ്ഥാപനത്തിന്റെ അസറ്റ്സും ലയബിലിറ്റീസും അത് മുഴുവനും അവരാണ് ഇനി ടേക്ക് കെയർ ചെയ്യുന്നത്. അവര് ആന്റണി അല്ല, അതിന് മേളിലുള്ള ആളായാലും താഴെയുള്ള ആളായാലും അവരുടെ ഇന്ന് കാശ് അവർ മേടിക്കും. അദ്ദേഹം മനസാക്ഷി ഉണ്ടായിരുന്നുവെങ്കിൽ
അതിന് വളരെ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ചോദിച്ചതിന് ഇച്ചിരി ഒന്ന് ഞാൻ പറയാം. ഞങ്ങള് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഞങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടല്ലോ, അറിയാമല്ലോ. ആ ഘട്ടത്തിൽ എന്റെ മോള് ആന്റോണിയുടെ വീട്ടിൽ ചെന്നിട്ട് കാല് പിടിച്ചു. അങ്കിളെ, ഇതാണ് സാഹചര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഘട്ടങ്ങളിൽ 2 പ്രാവശ്യമായിട്ട് 20 ലക്ഷം രൂപയെ തന്നുള്ളൂ. അദ്ദേഹത്തിന് മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച ആളാണ് ഞാൻ. ഈ ഘട്ടത്തിൽ രാജുവിനെ സഹായിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കരുതി അദ്ദേഹം എന്നെ സഹായിച്ചേനെ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജയിലിൽ നിന്ന് വെളിയിൽ വന്നല്ലോ. ഞങ്ങള് ഇത്രയും നാളായിട്ട് പുള്ളിക്ക് എന്നെ ഒന്ന് ടെലിഫോൺ ചെയ്യാമായിരുന്നല്ലോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ ഈ കാര്യത്തിനകത്ത്? ഞാൻ എന്റെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും വളരെ വിനയത്തോടുകൂടി ഞാൻ പറയുകയാണ്, ഒരു സ്ഥാപനത്തെ പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ ഉണ്ടാകണം. തന്ത്രിയുടെ കാശ് എന്റെ കയ്യിലില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുമില്ല. ഞാൻ ഇന്ന് രാഷ്ട്രീയത്തിൽ ഔദ്യോഗിക ഭാരവാഹിത്വത്തോട് ഇനിയും മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം എനിക്ക് ഇപ്പൊ തന്നെ 65 വയസ്സായി. ജോസ് കെ മാണി പാലായിൽ വീണ്ടും തോറ്റപ്പോൾ ജോസ് കെ മാണിക്ക് വീണ്ടും രാജ്യസഭയിലേക്ക് പോയേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ബാക്കി പീരീഡ് ആയിരുന്നല്ലോ. 6 വർഷത്തില് 2.5 കൊല്ലമോ 3 കൊല്ലമോ കൊണ്ടാണ് ബാക്കി ഉണ്ടായിരുന്നത്. ആ പീരീഡില് അപ്പൊ പുള്ളി ജയിക്കും എന്നുള്ള ആന്റിസിപ്പേഷനിലാണ് ആ ഓഫറൊക്കെ വന്നത്. പുള്ളി ജയിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി മന്ത്രിയാകും, ഇതൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ പുള്ളി നിർഭാഗ്യവശാൽ അവിടെ തോറ്റുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ രാജ്യസഭയിലേക്ക് പോകുന്നതാണോ പുള്ളിക്ക് വീണ്ടും രാജ്യസഭയിലേക്ക് പോകുന്നതാണോ വേണ്ടത്? അതത്ര സംഭവിച്ചുള്ളൂ. അതിനൊന്നും നമ്മൾ പരിഭവപ്പെട്ട കാര്യമൊന്നുമില്ല. രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ ഇതൊക്കെ വരികയും പോകുകയൊക്കെ ചെയ്യും. ഞാൻ MLA ആയിട്ടിരിക്കേണ്ട സ്ഥാനത്ത് ഇന്ന് പ്രമോദല്ലേ MLA ആയിട്ടിരിക്കുന്നത്. രാജ്യസഭയും പോയി, ഞാൻ ഈ അവസ്ഥയിലുമായി എന്ന് വെച്ച് നിങ്ങൾ ആരും ചിന്തിക്കണ്ട ഞാനൊരു നിരാശപ്പെട്ട ഒരുത്തനാണെന്ന് വിചാരിക്കണ്ട. ഈ നഷ്ടപ്പെട്ടതിനേക്കാളൊക്കെ മുകളിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ത്വര എന്നിലുണ്ട്. ഉറപ്പല്ലേ? ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എനിക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ എനിക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് പറ്റുമോ? വരട്ടെന്ന് സ്വന്തം മകൻ അപ്പനെതിരെ തിരിയുന്നു, സ്വന്തം അപ്പൻ മകനെ കുത്തിക്കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ ചവിട്ടിക്കൊല്ലുന്നു. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളല്ലേ. രാഷ്ട്രീയത്തിലെ ഒരുത്തന് എനിക്ക് എന്തെങ്കിലും ആകാനായിട്ട് മറ്റൊരുത്തന്റെ പുറത്ത് ഞാൻ ചവിട്ടും. ഇതൊക്കെ രാഷ്ട്രീയമല്ലേ. പാലായിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് തോക്കണമെന്നാണോ? എന്റെ ആഗ്രഹം ഞാൻ പറയാം, നിങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പറയാം. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ജോസ് കെ മാണി ജയിക്കണം. പാലായിൽ ജോസ് കെ മാണി ജയിക്കണം, അത് എന്റെ ആഗ്രഹമാണ്. അന്ന് ആള് എന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുന്ന കാര്യം മുഴുവൻ വോട്ടും പുള്ളിക്ക് കിട്ടത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞ തോക്കോ ജയിക്കാതെ മറ്റൊരു വിഷയം. പക്ഷെ എന്റെ ആഗ്രഹം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയാം. എന്റെ ജോമോൻ പാലായിൽ ജയിക്കണം. ഇതാണ് എന്റെ ആഗ്രഹം. തീരുമാനിച്ചിട്ടില്ല. ഇല്ല, അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റഡ് ന്യൂസ് അല്ലേ. ജോസ് കെ മാണി ഞാൻ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നാ എനിക്കറിയാം. അല്ലല്ല, ഞാൻ ചർച്ചയൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ഞാനുള്ള കാര്യം പറയാം. ജോസ് കെ മാണി LDF വിട്ടു പോകത്തില്ലായിരുന്നു. നിങ്ങൾ അങ്ങനെയൊന്നും ഇതുണ്ടാക്കണ്ട. പിന്നെ ഇതിപ്പോ ഒരു രാഷ്ട്രീയ വേദിയൊന്നുമല്ല. പിന്നെ ഞാൻ പഴയ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ചോദിച്ചുകൊണ്ട് ഫ്രണ്ട്ലി ടോക്കാണ്. ഇതൊക്കെ ദയവ് ചെയ്ത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തേക്കരുത് കേട്ടോ. നമ്മുടെ വിഷയം വേറെയാണ് കേട്ടോ. ഓക്കെ, നിങ്ങളെ മറ്റുള്ളവർ കാത്തു നിൽക്കുന്നു.
അതുകൊണ്ട് ഞാൻ എല്ലാവരോടും വളരെ നന്ദി. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തകർച്ചയ്ക്ക് ഒറ്റ ദിവസം മതി, പക്ഷേ തിരികെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ ആ കാര്യത്തിനകത്ത് വേണം. തന്ത്രിയുടെ കാശ് എന്റെ അടുത്തില്ല. നന്ദി. നമ്മുടെ സ്കൂട്ടി പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ആരംഭിക്കട്ടെ. ഓക്കെ. ആദ്യമേ തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് രാജു ജോർജ്. പൊതുവിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് NM രാജു എന്നുള്ള പേരിലാണ്. അതുകൊണ്ടാണ് രണ്ടു പേര് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ നെടുമ്പറമ്പിൽ ഫിനാൻസ് അല്ലെങ്കിൽ NCS ഗ്രൂപ്പ് എന്ന് പറയുന്ന വിവിധ സ്ഥാപനങ്ങൾ നടത്തി വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില തെറ്റായിരിക്കുന്ന ആരോപണങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായി വന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഇന്ന് ഞങ്ങളിവിടെ ഞാൻ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്ത്രിയുടെ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ആണ് ഇട്ടിരിക്കുന്നത്. നെടുമ്പറമ്പിൽ ഫിനാൻസ് ആ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാകുകയുണ്ടായി. ആ ആരോപണം പൂർണ്ണമായിട്ടും തെറ്റായിരിക്കുന്ന ആരോപണമാണ്. നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രിയുടെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെയോ ആരുടെയും 1 രൂപ പോലുമില്ല എന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വരുവാനിടയായത്. മനസ്സിലായല്ലോ? തന്ത്രിയുടെ 1 രൂപ പോലും എന്റെ സ്ഥാപനങ്ങളിൽ ഒരിടത്ത് പോലും ഒരു നിലയിലും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 2, തന്ത്രിയെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ആരെയും എന്റെ ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ അവരുടെ വീടുകളിൽ പോകുകയോ അവരുമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളോ മറ്റ് യാതൊരു ഇടപാടുകളും ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ നടത്തി വന്ന സ്ഥാപനം തകർച്ച നേരിട്ടു. അതുമായി ബന്ധപ്പെട്ട നിരവധി നിയമ നടപടികൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ സ്ഥാപനം പുനരുജ്ജീവിപ്പിച്ച് എന്റെ ഇടപാടുകാരായിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഈ സ്ഥാപനത്തെ ഭാവിയിൽ വളർത്തി എടുത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുമുള്ള നടപടിക്രമങ്ങൾ നടത്തണം എന്നുള്ളത് എന്റെ അത്യധികമായ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഒരുപക്ഷെ എല്ലാവർക്കും ചിന്തിക്കാം, കേരളത്തിന്റെ ഒരു പൊതുചരിത്രം വെച്ചുകൊണ്ട് തകർന്നു പോയ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഇതുപോലെ ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്ന തകർന്നു പോയ ഒരു സ്ഥാപനം, അത് നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരികെ നടത്തിക്കൊണ്ട് വരുവാൻ, പുനരുജ്ജീവിപ്പിക്കുവാൻ സാധിക്കുമോ എന്നുള്ള സംശയം പൊതുവെ ഉണ്ടാകാം. ഞാൻ അതിനെ തെറ്റു പറയുന്നില്ല. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്റെ ഇടപാടുകാരുടെ എല്ലാവരുടെയും പണം കൊടുക്കുക എന്നുള്ളതാണ്. അതെനിക്ക് കൊടുക്കണം. പക്ഷെ കൊടുക്കുക എന്നുള്ളത് ലബോറിയസ് ടാസ്ക് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ ഞാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് ഈ പറഞ്ഞ വ്യാജ ആരോപണങ്ങൾ വന്നത്. ആ വ്യാജ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഗതിവേഗം കുറയ്ക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വീണ്ടും രംഗത്ത് വരാൻ പാടില്ല എന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ഞാൻ അങ്ങനെ സംശയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുവന്ന് ഈ കാര്യങ്ങളെല്ലാം കൊടുത്തു തീർത്ത് ഒരു പുതിയ വ്യാപാര രംഗത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ചെയ്തു വരികയാണ്. അതിന് ചില ഗ്രൂപ്പുകളുമായിട്ടെല്ലാം ഞങ്ങൾ കാര്യങ്ങളെ ഇടപെട്ട് അതിന്റെ എല്ലാത്തിന്റെയും അവസാന ഘട്ടത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ മുൻപിൽ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് സാഹസപ്പെട്ട്, അല്ലെങ്കിൽ എന്നെ പോലെ ഇതുപോലെയുള്ള നിയമ നടപടികൾ നേരിടുന്ന ഒരു വ്യക്തി ഇന്ന് ഇതുപോലെ വന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയില്ല. ഞാൻ സാഹസപ്പെട്ട് ഇതിന്റെ എല്ലാ തിക്തവശങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വന്നത് എന്റെ ഈ സാഹചര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടിയാണ്. പ്രധാനപ്പെട്ട കാര്യം, തന്ത്രിയുടെ പണം ഞങ്ങളുടെ സ്ഥാപനങ്ങളിലോ ഗ്രൂപ്പിലെ ഒരു സ്ഥലങ്ങളിലോ ഉണ്ടായിരുന്നില്ല. അത് ആരോപണം വ്യാജമാണ്. നിരവധി ഇന്നലെ പത്രത്തിലൊരു വാർത്ത വരികയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇഡിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. സ്വാഭാവികമാണ്, ഇതുപോലൊരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇഡിയും മറ്റുള്ള ഏജൻസികളൊക്കെ അന്വേഷിക്കും. അപ്പോൾ ആ ഇഡിയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ചെയ്തതിന്റെ അവസാന ഭാഗത്ത്, അവസാന പാരഗ്രാഫില് ഈ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിലാണ് എന്ന് തന്ത്രി പറഞ്ഞു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്ത്രി പറഞ്ഞിരിക്കുന്നു ഈ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിലാണ് എന്ന്. എനിക്കറിയത്തില്ല, തന്ത്രി അത് ഒരിക്കലും പറയത്തില്ല എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം എന്റെ അടുത്ത് കാശ് ഇട്ടിട്ടില്ല, ഇടാത്തൊരാളങ്ങനെ പറയത്തില്ല. അപ്പോൾ ഈ വാർത്ത എങ്ങനെ വന്നു? എന്റെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് എന്നുള്ളത് എങ്ങനെ വന്നു? മറ്റൊരു കാര്യം, ഞങ്ങൾ അന്വേഷണം 2024 മെയ് മാസം 7-ാം തീയതി മുതൽ ഞങ്ങൾ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവുകളിലെല്ലാം തന്നെ കേരളത്തിലെ പോലീസ് അതോറിറ്റീസ്, ക്രൈംബ്രാഞ്ച് അതോറിറ്റീസ്, ഇവരെല്ലാവരും ഞങ്ങളുടെ എല്ലാ ഓഫീസുകളിലെയും എല്ലാ രേഖകളും വിശദമായി അവർ പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡെപ്പോസിറ്റേഴ്സിന്റെ 100% ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. ഇതെല്ലാം അവർ പരിശോധിച്ചിട്ടുണ്ട്. അവർക്ക് ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു എൻട്രി കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിനോടകമായിട്ട് പറയുമായിരുന്നല്ലോ. ഇപ്പോ തന്ത്രി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നതെന്നാണ്. വന്നിട്ടിപ്പോൾ 3 മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇപ്പോഴല്ലേ അവർക്ക് 3 മാസം കഴിഞ്ഞപ്പോഴാണല്ലോ സ്വാഭാവിക ജാമ്യം ലഭിച്ച് അവരൊക്കെ വെളിയിലേക്ക് വരുന്നത്. അപ്പൊ 3 മാസം മുൻപ് നടന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ കാശ് ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് വെളിയിൽ വരുന്നത് ഈ പറഞ്ഞ 2-2.5 മാസങ്ങൾക്ക് മുൻപാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാരും ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ അവർ കണ്ടെത്തിയില്ലേ? പിന്നെ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുവാനായിട്ട് SIT ഉണ്ടല്ലോ. SIT ഇതെല്ലാം എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നവരല്ലേ. അവര് നാളെ വരെ ഞങ്ങളോട് അടുത്ത് ബന്ധപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഒരു ഓഫീസിലും അവർ വരികയോ പോവുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവര് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് തന്ത്രി പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുക? തന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്ത്രി ആ രേഖകൾ കാണിക്കട്ടെ.
ഞങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ രേഖകൾ തന്ത്രി കാണിക്കട്ടെ. ഈ നമ്മൾ പറയുമല്ലോ, ഈ മറ്റേ എന്താ പറയുന്നത്, ആകാശത്ത് നിന്ന് കാര്യങ്ങൾ പറയുന്നത് പോലെ തന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു തന്ത്രി അങ്ങനെ പറഞ്ഞു കാണാൻ വഴിയില്ല. കാരണം അതിൽ അങ്ങനെ ഇല്ലല്ലോ. 2, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഞാനും തന്ത്രിയും തമ്മിൽ ഈ പ്രായത്തിന്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അദ്ദേഹം ചെങ്ങന്നൂരാണ് താമസിക്കുന്നത്, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ വീടൊക്കെ എനിക്കറിയാം. ഞാൻ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ പ്രായത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ ആരുമായിട്ടും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഇല്ല. ഉദയഭാനുവാണ്. അതെ. ഞാൻ ജില്ലാ പ്രസിഡന്റുമായിരുന്നു. അതിനുശേഷം ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ട്രഷററുമായിരുന്നു. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഉദയഭാനു ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉദയഭാനു ചെയ്തത് എന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ജോസ് കെ മാണി ഇങ്ങനെയുള്ള ഗൂഢാലോചനകളിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. അതെ, നല്ല അടുപ്പമായിരുന്നു എന്നല്ല, ഇപ്പോഴും നല്ല അടുപ്പമുണ്ട്. അതാ പറഞ്ഞ അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തിപരമായിരിക്കുന്ന താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഈ ആരോപണം ഉദയഭാനു ഉന്നയിച്ചതിന് ശേഷം ഞാൻ ഉദയഭാനുവിനെ വിളിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. കാരണം ഞാൻ അന്നൊക്കെ ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു ഉണ്ടല്ലോ, പലവിധമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെ അങ്ങ് വന്നു പോകുമായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്നലെ EDയുടെ അന്വേഷണം ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് തന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത, ഒരു ഒറ്റ വാക്ക്, തന്ത്രി പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ഈ പത്രക്കാരായിരിക്കുന്ന നിങ്ങൾക്ക് തന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് എവിടെ നിന്ന് കിട്ടി? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.